സാറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ മാത്സ് അരിത്തമെറ്റിക് സീക്വൻസ് അതിലെ പൊസിഷൻ ആൻഡ് ടേം അല്ലെങ്കിൽ സ്ഥാനവും പദവും എന്ന പോർഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതിൽ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് തേർഡ് ക്വസ്റ്റ്യനും ചോദിച്ചിരിക്കുന്നത്. 5th term of an arithmetic sequence is 38 and 9th term is 66. What is its 25th term? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എന്താണ് തേർഡ് ടേമും 6th ടേമും ഒക്കെ തന്ന് അതിന്റെ എന്താണ് ആദ്യത്തെ 5 നമ്പേഴ്സ് അല്ലെങ്കിൽ ആ സീരീസിലെ ആദ്യത്തെ 5 നമ്പേഴ്സ് കണ്ടുപിടിച്ചിരുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 5th ടേമും 9th ടേമും തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് 5th ടേമും 9th ടേമും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 4. അപ്പം 4 കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴായിരിക്കും നമുക്ക് 9th ടേം കിട്ടുന്നത്. അതിൽ നിന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. പിന്നെ എന്ത് ചെയ്യണം? 5th ടേമിന്റെ കൂടെ നമുക്ക് കണ്ടെത്താനുള്ളത് 25th ടേം ആണ്. അപ്പം 25th ടേം അല്ലെങ്കിൽ 25ാം പദം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 5th ടേമിന്റെ കൂടെ 20d ആഡ് ചെയ്യണം അല്ലേ? അതായത് 25 - 5. നമുക്ക് തന്നിട്ടുള്ള ടേം 5th ടേമും 9th ടേമും ആണ്. ഒന്നെങ്കിൽ 9th ടേമിൽ നിന്ന് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ 5th ടേമിൽ നിന്ന് കണ്ടുപിടിക്കാം. 5th ടേമിൽ നിന്ന് കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണം? 25 - 5 20d ആഡ് ചെയ്യണം. അങ്ങനെ നമുക്ക് 25th ടേം കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഈസ് 101 എ ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 13, 24, 35 എക്സെട്ര. വാട്ട് അബൌട്ട് 1001? അതായത് നമ്മുടെ സീക്വൻസ് ഇതാണ് 13, 24, 35 എക്സെട്ര. ഇത് 101 ഇതിലെ ഒരു പദമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ചോദിച്ചിരിക്കുന്നത് 1001 ഒരു പദമാണോ എന്നാണ്. ഇവിടെ നമുക്കറിയാം എന്താണ്, ഫസ്റ്റ് ടൈം ആണ് 13. ഇതിന്റെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതു വ്യത്യാസം എത്രയാണ്? 24 - 13 അല്ലേ? d = 24 - 13. 24 - 13 എത്രയാണ്? 11. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി, 11 ആണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? എത്രയോ ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴായിരിക്കും ഇത് എത്രാമത്തെ പദം, ഈ 101 എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണെന്ന് നമുക്കറിയില്ല. എന്ത് ടൈം എന്ന് നമുക്ക് എടുക്കാം അല്ലേ? എന്ത് ടൈം ആണ് 101 എന്ന് പറയുന്നത്? ടൈം ആണോ നമുക്ക് അറിയില്ല, നമുക്കിപ്പോൾ ഒരു ടൈം ആണെന്ന് എടുക്കാം. അപ്പോൾ എന്ത് ടൈം ആണ് 101 എന്ന് പറയുന്നത്? അപ്പോൾ എന്ത് ചെയ്യണം? എത്രയോ പ്രാവശ്യം നമ്മൾ ഈ കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടൈമിന്റെ കൂടെ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ 101 കിട്ടിയത് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 101 ഇതിലെ ഒരു ടൈം ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്യണം? 101 ഉം 13 തമ്മിലുള്ള ഡിഫറൻസ് എടുക്കണം. എത്രയാണ് വരുന്നത്? 101 - 13 88 അല്ലേ? 101 - 13 88 ആണ് വരുന്നത്. അപ്പോൾ ഈ 88 എന്ന് പറയുന്നത് നമ്മുടെ ഈ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം കിട്ടിയില്ലേ? എത്രയാണ്? 11. ഈ 11ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്താണ്? ഈ 101 എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഈ സീക്വൻസിലെ ഒരു നമ്പറാണ്. അപ്പൊ എന്ത് ചെയ്യണം? 88 / 11 ചെയ്യുമ്പോൾ എത്ര വരും? 8 അല്ലേ? അപ്പോൾ 88നെ നമ്മുടെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ എന്താണ്? ഈ 101 എന്ന് പറയുന്നത് നമ്മുടെ ഈ സീക്വൻസിലെ ഒരു ടേം ആണ്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 13ന്റെ കൂടെ 8 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് 101 കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 13 + 8 × 11 = 101. അപ്പോൾ നമ്മുടെ സീക്വൻസിലെ ഒരു ടേം ആണ് 101 എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 1001 ഇതിലെ ഒരു ടേം ആണോ എന്നാണ്. 1001 നമുക്ക് ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം അല്ലേ? ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് 11 തന്നെയാണ്. ഇനി നമുക്ക് 1001 ഉം 13 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1001 - 13 = 988. ഈ 988 11ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കണം അല്ലേ? 988 / 11. നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ മതി. 988 / 11 ചെയ്യുമ്പോൾ നമുക്കൊരു പൂർണ്ണസംഖ്യ കിട്ടത്തില്ല. അപ്പോൾ എന്താണ്? ഇത് ഈ 11ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ ഈ 1001 എന്ന് പറയുന്നത് നമ്മുടെ ഈ സീക്വൻസിലെ ഒരു നമ്പർ അല്ല. ഇപ്പൊ നമ്മൾ 4th ക്വസ്റ്റ്യൻ പറഞ്ഞല്ലേ? ആ 4th ക്വസ്റ്റ്യന്റെ സെയിം മോഡലാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ 7th ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് തോനെ പ്രോബ്ലംസ് ഉണ്ട്, കുറെ സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലെ നമ്പേഴ്സ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഓരോ സീക്വൻസിലും 2 നമ്പേഴ്സ് വീതം കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ ചെയ്ത ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് അത് ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് 7th ക്വസ്റ്റ്യനിലെ 4th സബ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ആണ് 1/4, 1/2, 3/4 എക്സെട്ര.
ആ ശ്രേണിയിലെ 3ഉം 4ഉം എന്ന് പറയുന്നത് ഈ ശ്രേണിയിലെ ഒരു നമ്പർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം അല്ലേ. കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതു വ്യത്യാസം d ഈക്വൽ ടു എന്താണ്, സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം. സെക്കൻഡ് ടൈം 1/2 മൈനസ് 1/4. ഇതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? അതായത് 2ന്റെയും 4ന്റെയും LCM എടുക്കണം അല്ലേ. 2ന്റെയും 4ന്റെയും LCM എന്ന് പറഞ്ഞാൽ എന്താണ്, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പം എന്താണ് ഇതിന്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ വരുന്നത്? 2ന്റെയും 4നും പൊതുവായിട്ട് വരുന്നത് 4 ആണല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ 2നെ നമ്മൾ 4 ആക്കണം. അപ്പൊ എന്ത് ചെയ്യണം, 2 × 2 അല്ലേ. അപ്പോൾ ഇവിടെ 4 ആയി. അപ്പം ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, മുകളിലും നമ്മൾ 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2/4 മൈനസ് 1/4. ഇപ്പം നമുക്ക് കിട്ടി. അതായത് LCM എടുത്ത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ ഇതിൽ 4 ആണ്, നമ്മുടെ 2ന്റെ മൾട്ടിപ്പിൾ തന്നെയാണ് 4. അപ്പോൾ നമ്മൾ ഈ 2നെയും കൂടി 4 ആക്കി മാറ്റണം. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് LCM എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 4ഉം താഴെ നമ്മൾ ഡിനോമിനേറ്റർ 4 ആക്കുമ്പോൾ ന്യൂമറേറ്ററും എന്താണ്, ഏതുകൊണ്ടാണോ നമ്മൾ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ സെയിം നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 2നെ 4 ആക്കാൻ എന്ത് ചെയ്തു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ മുകളിൽ നമ്മൾ 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2/4 മൈനസ് 1/4 എത്രയാണ് വരുന്നത്, 2 - 1 1/4. അപ്പോൾ നമുക്ക് കിട്ടി നമ്മുടെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതു വ്യത്യാസം എത്രയാണെന്ന് കിട്ടി, 1/4 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 3യും നമ്മുടെ 1/4, അതായത് ഇത് എത്രാമത്തെ ടൈം ആണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ആ ടൈമും 1/4ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുക്കണം അല്ലേ. അപ്പോൾ 3 - 1/4. നമ്മളിവിടെ LCM എടുത്ത് ചെയ്തു, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അതെങ്ങനെ ചെയ്യും, 4, അതായത് ഇങ്ങനെയല്ലേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 × 4 4, 2 × 1 4 - 2 ഡിവൈഡഡ് ബൈ എന്താണ്, ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4 × 2 8. അപ്പോൾ എത്ര വരും, 4 - 2 2/8. അതിനെ ചെറുതാക്കുമ്പോൾ എത്ര കിട്ടും, 1/4 തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഒന്നെങ്കിൽ ഈ മെത്തേഡിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ LCM എടുത്ത് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് എന്താണ്, ഈ രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കണം. 3 - 1/4. ഇവിടെ എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, LCM എടുക്കാം. ഇവിടെ 3 എന്ന് പറയുന്നത് 3/1 ആണല്ലോ. അപ്പോൾ 1ഉം 4ഉം വരണം. അപ്പൊ എന്ത് ചെയ്യണം, 4 ഇവിടെ 4 ആവാൻ എന്ത് ചെയ്യണം, ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പൊ എത്ര വരും, ഡിനോമിനേറ്റർ 4 വന്നു, ന്യൂമറേറ്റർ 3 × 4 12 - 1/4. അപ്പൊ എത്ര വന്നു, 12 - 1 11/4 എന്ന് കിട്ടി. ഈ രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് 3യും നമ്മുടെ ഫസ്റ്റ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് 11/4 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം, ഈ 11/4 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഈ 11/4 ഡിവിസിബിൾ ബൈ 1/4 ആണെങ്കിൽ എന്താണ്, ഈ 3 എന്ന് പറയുന്നത് നമ്മുടെ സീക്വൻസിലെ ഒരു ടേം ആണ്. അപ്പോൾ 11/4 ഡിവൈഡഡ് ബൈ 1/4 എന്ത് ചെയ്യണം, ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതായത് തിരിച്ചിട്ട് ഗുണിക്കണം അല്ലേ. 11/4 × 4/1 എന്ന് വരും. അതായത് നമ്മളിപ്പോൾ 11/4 ഡിവൈഡഡ് ബൈ 1/4 ആയിരുന്നു. ഈ നമ്മുടെ ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്യണം, തിരിച്ചിട്ടിട്ട് ഈ ന്യൂമറേറ്ററിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 11/4 × 4/1 നമുക്ക് 4ഉം 4ഉം ക്യാൻസൽ ആക്കാം. ബാക്കി എത്ര വരും, 11/1. 11/1 എന്ന് പറഞ്ഞാൽ 11. അപ്പോൾ ഇതിനെ നമുക്ക് ഈ 11/4നെ 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ 3 എന്ന് പറയുന്നത് നമ്മുടെ ഈ സീക്വൻസിലെ ഒരു ടേം ആണ്. ഇതുപോലെ നിങ്ങൾ 4ഉം ചെയ്ത് നോക്കിയാൽ മതി. 4 - 1/4 എന്നിട്ട് ആ കിട്ടുന്നതിനെ നമ്മുടെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു നമുക്ക് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ 4 എന്ന് പറയുന്നത് നമ്മുടെ ഈ സീക്വൻസിലെ ഒരു ടേം ആണ്. ഇനി നമ്മൾ നോക്കുന്നത് 5th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി 3-digit നമ്പേഴ്സ് ആർ ദെയർ വിച്ച് ലീവ് എ റിമൈൻഡർ 3 ഓൺ ഡിവിഷൻ ബൈ 7. അതായത് 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 3 അക്ക സംഖ്യകൾ അല്ലെങ്കിൽ 3-digit നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, 100 നിന്നാണ് അല്ലേ. 100 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടെയാണ് എൻഡ് ചെയ്യുന്നത്, 999. ഇതിൻ്റെ ഇടയ്ക്ക് ബാക്കി നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതില്
7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആദ്യം ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണമല്ലോ. അതിന് എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം 100 ഡിവൈഡഡ് ബൈ 7 ചെയ്ത് നോക്കണം. 100 ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ എത്രയാണ് റിമൈൻഡർ വരുന്നത്? 2. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി 100 ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 2 ആണ് കിട്ടുന്നത്. നമുക്ക് കിട്ടേണ്ട ശ്രേണി അല്ലെങ്കിൽ സീക്വൻസ് ഏതാണ്? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ശിഷ്ടം വരണം അല്ലേ? റിമൈൻഡർ 3 വരണം. അപ്പോൾ ഇവിടെ 100നെ ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 2 വന്നു. അപ്പം ഇനി എന്താണ്? ഒരു നമ്പർ കൂടെ കൂട്ടണം അല്ലേ? 101 ആണ് നമ്മുടെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത്. ഇപ്പൊ ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടി. ഇനി എന്താണ്? ലാസ്റ്റ് ടൈം കണ്ടുപിടിക്കണം അല്ലേ? ഫസ്റ്റ് ടൈം കൊണ്ട് നമുക്ക് കോമൺ ഡിഫറൻസ് നമുക്കറിയാം 7 ആണ് അല്ലേ? അതായത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ശിഷ്ടം വരുന്നതല്ലേ? അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 7 ആണ്. ഇനി ലാസ്റ്റ് ടൈം കണ്ടുപിടിക്കണം. ലാസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ എന്താണ്? 999 ആണ് നമ്മുടെ ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ. അതിനെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 999നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് നമുക്ക് റിമൈൻഡർ വരുന്നത്? 5 ആണ്. പക്ഷെ നമുക്ക് എത്രയാണ് റിമൈൻഡർ വരേണ്ടത്? 3 ആണല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? 5ൽ നിന്നും 2 മൈനസ് ചെയ്തല്ലേ വരേണ്ടത്. അതായത് നമുക്ക് 999 ആയിരുന്നെങ്കിൽ ഇനി എന്ത് ചെയ്യണം? 2 നമ്പർ ബാക്കിലോട്ട് എടുക്കണം. അപ്പോൾ 997 ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ടൈം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടി. ഇത് എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നമ്പർ ഓഫ് ടൈംസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ഇതാണ് നമ്മുടെ നമ്പർ ഓഫ് ടൈംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതായത് ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതാണ് നമ്മുടെ നമ്പർ ഓഫ് ടൈംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? ലാസ്റ്റ് ടൈം ഇപ്പോൾ നമുക്ക് കിട്ടി, ഫസ്റ്റ് ടൈം കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടി. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ നമുക്ക്. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ടൈംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താണ്? നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ടൈം നമുക്ക് നമ്മുടെ സീക്വൻസിന്റെ നമ്പർ ഓഫ് ടൈംസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ടൈംസ് ഈക്വൽ ടു നമ്മുടെ ലാസ്റ്റ് ടൈം എത്രയായിരുന്നു? 997 മൈനസ് ഫസ്റ്റ് ടൈം എത്രയായിരുന്നു? 101 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതു വ്യത്യാസം 7 പ്ലസ് 1. ഇതാണ് നമ്മുടെ നമ്പർ ഓഫ് ടൈംസ്. ഇനി എന്ത് ചെയ്യണം? 997 minus 101. 997 minus 101. 896 divided by 7 plus 1. അല്ലേ? ഇനി എന്താണ്? 896 divided by 7. അപ്പൊ എത്ര വന്നു? 128 വന്നു. 896 divided by 7 128 പ്ലസ് ഒരു 1 കൂടെ ഉണ്ടല്ലേ? അപ്പൊ പ്ലസ് 1 ഈക്വൽ ടു 129. അപ്പോൾ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്ന എത്ര 3 അക്ക സംഖ്യകളുണ്ട്? 129 നമ്പേഴ്സ് ഉണ്ടല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ ആദ്യം ഈ ഇക്വേഷൻ പഠിക്കണം. അതായത് ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. അതാണ് നമ്മുടെ ഇക്വേഷൻ. നമ്പർ ഓഫ് ടൈംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നിങ്ങൾക്ക് ഏതൊരു സീക്വൻസ് തന്നാലും അതിൽ നിന്ന് നമ്പർ ഓഫ് ടൈംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. അതായത് നമുക്ക് ഒരു സീക്വൻസ് വരുമ്പോൾ ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും ആയിരിക്കും തന്നിരിക്കുന്നത്. അതിൽ നിന്നും നമ്പർ ഓഫ് ടൈംസ് കണ്ടുപിടിക്കാനായിരിക്കും പറയുന്നത്. അപ്പോൾ എന്താണ്? ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 ചെയ്താൽ മതി. നമ്പർ ഓഫ് ടൈംസ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ 5th ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി 6th ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു ബോക്സ് നമുക്ക് തന്നിട്ടുണ്ട്. Fill up the empty cells of the given square such that the numbers in each row and column form arithmetic sequences.
വാട്ട് ഇഫ് വി യൂസ് സം അതർ നമ്പർ ഇൻസ്റ്റെഡ് ഓഫ് 1, 4, 28 ആൻഡ് 7? അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട് ഈ സ്ക്വയറിൽ. അതിൽ എല്ലാ റോയും കോളവും ഓരോ അരിത്തമെറ്റിക് സീക്വൻസ് ആകുന്ന രീതിയിൽ ഇതിനെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ഫസ്റ്റ് റോ എടുത്താൽ ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും തന്നിട്ടുണ്ടല്ലോ. അതായത് 1, 2, 3, 4. ഇത് ഫസ്റ്റ് ടേം, ഇത് ഫോർത്ത് ടേം അല്ലേ. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ അറിയാലോ. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസിലെല്ലാം അങ്ങനെയാണ് ചെയ്തത്. എന്ത് ചെയ്തു? 4 - 1 എത്രയാണ്? 3. അപ്പോ 1ന്റെ കൂടെ 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഫോർത്ത് ടേം കിട്ടിയത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? xn ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു d ആണ് അല്ലേ. അതായത് ഫസ്റ്റ് ടേമിന്റെ കൂടെ എത്രാം ടേം ആണോ കണ്ടുപിടിക്കേണ്ടത് അതിൽ നിന്നും 1 കുറച്ച് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ എന്താണ്, നമുക്ക് ഫോർത്ത് ടേം ആണ് കണ്ടുപിടിക്കുന്നത്. ഫോർത്ത് ടേം നമുക്ക് 4 ആണ് കിട്ടിയിരുന്നത്. 4 ഈക്വൽ ടു x1 എത്രയാണ്? 1 പ്ലസ് 4 - 1 ഇൻറ്റു d എത്രയാണ്? d നമുക്ക് അറിയില്ല അല്ലേ. അപ്പോൾ d ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ നമുക്ക് 4 ഈക്വൽ ടു 1 പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ 4d മൈനസ് d അല്ലേ. ഇനി എന്ത് ചെയ്യണം? 4 ഈക്വൽ ടു 1 പ്ലസ് 4d മൈനസ് d എത്രയാണ്? 3d. അതായത് ഫസ്റ്റ് ടേമിന്റെ കൂടെ 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് തേർഡ് ടേം അല്ലെങ്കിൽ ഫോർത്ത് ടേം കിട്ടി. ഇവിടെ ഇതിനെ നമുക്ക് കോമൺ ആയിട്ട് എങ്ങനെ എഴുതാം? x4 ഈക്വൽ ടു x1 പ്ലസ് 3d എന്ന് എഴുതാം അല്ലേ. ഇതാണ് നമുക്ക് കോമൺ ആയിട്ട് ഇതിന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഫോർത്ത് ടേം ഇപ്പോൾ നമുക്ക് മാറ്റി എഴുതാം. 4 ഈക്വൽ ടു 1 പ്ലസ് 3d. അപ്പോൾ 3d നമുക്ക് എങ്ങനെ എഴുതാം? 3d ഈക്വൽ ടു ഈ 1ന് നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ 4 - 1 ഈക്വൽ ടു 3 എന്ന് കിട്ടി. 3d ഈക്വൽ ടു 3 ആകുമ്പോൾ d എത്രയാണ്? d എന്ന് പറയുന്നത് 3/3 ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 1 എന്ന് കിട്ടി. ഇനി നമുക്ക് ബാക്കി ടേംസ് എഴുതാമല്ലോ. ഫസ്റ്റ് ടൈം 1 ആണ്. 1ന്റെ കൂടെ ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് ടൈം. അപ്പോൾ 1 + 1 2. ഇനി 2ന്റെ കൂടെ വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ അടുത്ത ടൈം 2 + 1 3. അടുത്ത ടൈം നമുക്ക് 4 കിട്ടി. ഇനി ഇതുപോലെ നമുക്ക് ഈ കോളം നോക്കാം. ആദ്യത്തെ കോളം അതിൽ ഫസ്റ്റ് ടൈം 1 ഉണ്ട്, ഫോർത്ത് ടൈം 7 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കണ്ടുപിടിച്ചാൽ x4 എന്ന് പറയുന്നത് 7 ആണ്. 7 ഈക്വൽ ടു x1 1 പ്ലസ് 3d അല്ലേ. അപ്പോൾ 3d ഈക്വൽ ടു എത്ര വരും? 7 - 1 6 വരും. അപ്പോൾ d എത്ര വരും? d ഈക്വൽ ടു 6/3 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഈ ഫസ്റ്റ് കോളത്തിൽ കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 2 എന്ന് കിട്ടി. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാമല്ലോ. എന്ത് ചെയ്യണം? ഫസ്റ്റ് ടൈമിന്റെ കൂടെ ഒരു തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് ടൈം. അപ്പോൾ 1 + 2 ആണ് കോമൺ ഡിഫറൻസ്. 1 + 2 3. 3യുടെ കൂടെ വീണ്ടും 2 ആഡ് ചെയ്യുമ്പോൾ 5 7. അപ്പോൾ ഇതും അടുത്തൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണല്ലോ. നമുക്ക് ആദ്യത്തെ റോയും ആദ്യത്തെ കോളവും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് കിട്ടി. ഇനി നമുക്ക് ലാസ്റ്റ് കോളം നോക്കാം. ലാസ്റ്റ് കോളത്തിൽ എത്രയാണ്? ഫസ്റ്റ് ടൈം 4, ഫോർത്ത് ടൈം 28. അപ്പോൾ ഇവിടെ ഫോർത്ത് ടൈം എത്രയാണ്? 28 ഈക്വൽ ടു ഫസ്റ്റ് ടൈം 4 പ്ലസ് 3d. അപ്പോൾ 3d ഈക്വൽ ടു 28 - 4 എത്രയാണ്? 24. അപ്പോൾ d എത്ര വരും? 8 എന്ന് വരില്ല. അതായത് 24 / 3 ചെയ്യുമ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ d എന്ന് പറയുന്നത് നമുക്ക് 8 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇത് ഫില്ല് ചെയ്യാമല്ലോ. ഫസ്റ്റ് ടൈമിന്റെ കൂടെ ഒരു തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് സെക്കൻഡ് ടൈം. അപ്പോൾ 4 + 8. അപ്പോൾ 8 × 4 12. അടുത്തത് വീണ്ടും എന്ത് ചെയ്യണം? ഒരു കോമൺ ഡിഫറൻസ് കൂടെ ആഡ് ചെയ്യുമ്പോൾ തേർഡ് ടൈം 12 + 8 20. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് കോളത്തിന്റെ അരിത്തമെറ്റിക് സീക്വൻസും കിട്ടി. ഇനി നമുക്ക് ലാസ്റ്റ് റോ എടുക്കാം. ലാസ്റ്റ് റോയിൽ ഫസ്റ്റ് ടൈം 7, ഫോർത്ത് ടൈം 28. അപ്പോൾ 28 ഈക്വൽ ടു 7 + 3d. 3d ഈക്വൽ ടു 28 - 7 എത്രയാണ്? 21. അപ്പോൾ d ഈക്വൽ ടു 21/3 എന്ന് പറയുന്നത് എത്രയാണ്? 7. അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് 7 എന്ന് കിട്ടി. ഇനി നമുക്ക് 7 ആഡ് ചെയ്ത്
ഈ നമ്മുടെ ഈ സീക്വൻസ് കൂടെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഫസ്റ്റ് ടൈം 7 പ്ലസ് ഒരു കോമൺ ഡിഫറൻസ്, അതായത് 7 + 7 14. ഇനി എന്താണ് 14ന്റെ കൂടെ വീണ്ടും ഒരു 7 കൂടെ ആഡ് ചെയ്യുമ്പോൾ 30. അപ്പം 14 + 7 21. അങ്ങനെ നമ്മുടെ എന്താണ് ആ ഒരു സീക്വൻസ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് എന്താണ് ഈ നടുക്കുള്ള 2 ചെറിയ 4 കോളം കൂടി കംപ്ലീറ്റ് ചെയ്യണം അല്ലേ? അപ്പൊ ആദ്യം നമുക്ക് ഇങ്ങനെ നോക്കാം. ഈ സെക്കൻഡ് റോ എടുക്കാം. സെക്കൻഡ് റോ എടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 3, ഫോർത്ത് ടൈം 12. അപ്പൊ 12 = 3 + 3d. 3d = 12 - 3 എത്രയാണ്? 9. അപ്പോൾ d എത്ര വരും? 9/3 3. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് 3 കിട്ടി. ഇനി 3 ആഡ് ചെയ്ത് നമുക്ക് എഴുതാം. 3 + 3 6, 6 + 3 9. അപ്പോൾ ആ ഒരു സീക്വൻസും കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത സീക്വൻസ് നോക്കാം. എത്രയാണ് വരുന്നത്? അതിലെ ഫസ്റ്റ് ടൈം 5, ഫോർത്ത് ടൈം 20. അപ്പോൾ 20 = 5 + 3d. 3d = എത്ര വരും? 20 - 5 15. അപ്പോൾ d = 15/3 5. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 5 എന്ന് കിട്ടി. ഇനി നമുക്ക് 5 ആഡ് ചെയ്ത് പോകാം. 5 + 5 10, 10 + 5 15. അപ്പോൾ നമ്മുടെ ടോട്ടൽ എല്ലാ ബോക്സും കംപ്ലീറ്റ് ആയി. ഇതിനെ ഇപ്പൊ നമ്മൾ റോ വൈസ് ആണ് ഈ നടുക്കുള്ളത് കംപ്ലീറ്റ് ചെയ്തല്ലേ. നിങ്ങൾ ഇനി കോളം വൈസ് എടുത്ത് ചെയ്ത് നോക്കിയാൽ നമുക്ക് സെയിം ഈ ആൻസർ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫുൾ ബോക്സ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. ഈ ആദ്യം നമുക്ക് തന്നിരുന്നത് ഈ 4 ടേംസ് ആണല്ലോ, 1 4 7 28. ഈ 4 ടേംസിന് പകരം വേറെ ഏതെങ്കിലും നമ്പേഴ്സ് ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാൻ പറ്റുമെന്നാണ്. അത് ആ നമ്പേഴ്സ് ഞാൻ തരാം, നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. 1ന് പകരം 2, 4ന് പകരം 5, 7ന് പകരം 8, 28ന് പകരം 29. ഇത് വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നമ്മളിപ്പോൾ ചെയ്ത സെയിം അതേ മെത്തേഡ് തന്നെയാണ്. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമ്മുടെ പൊസിഷൻ ആൻഡ് ടൈം അല്ലെങ്കിൽ സ്ഥാനവും പദവും എന്ന പോർഷൻ കംപ്ലീറ്റ് ആയി. അതിലുള്ള ഫുൾ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. ചിലത് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല, അത് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ്റെ അത് റിപ്പീറ്റേഷൻ തന്നെ ആയതുകൊണ്ടാണ് പറയാഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പൊസിഷൻ ആൻഡ് ടൈം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പോർഷൻ ഡിസ്കസ് ചെയ്യാം. ഇനി ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിടണം. ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.